ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അങ്ങനെ അനൂപ് തിരികെ വന്നിരിക്കുകയാണ്. അനൂപിനെ കണ്ടയുടൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി ചെല്ലുകയാണ് കമലയും ആവണിയും. തുടർന്ന് അവർ രണ്ടുപേരും കൂടി അനൂപിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ മീര നിൽപ്പുണ്ടായിരുന്നു. ഇനിയും എന്തിനാ ഏട്ടത്തി കരയുന്നത്? അനൂപേട്ടൻ തിരിച്ചു വന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഏട്ടത്തിക്ക് തന്ന ഉറപ്പ് ഞാൻ പാലിച്ചില്ലേ എന്ന് അർച്ചനയും ചോദിക്കുന്നു. തുടർന്ന് അനൂപിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് മീര. എനിക്ക് വേണ്ടി അച്ചുവും സച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അനൂപ് പറയുമ്പോൾ മീര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇവര് എന്ത് കഷ്ടപ്പെട്ടെന്നാ അനൂപേട്ടൻ പറയുന്നത്? ഓരോ സമയത്തും അച്ഛൻ വരാത്തത് എന്താന്ന് മോള് ചോദിക്കുമ്പോൾ വാക്കുകളില്ലാതെ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അനൂപേട്ടൻ അറിയാം. തുടർന്ന് അർച്ചനയുടെ അടുത്തേക്ക് ചെന്ന് മീര പറയുകയാണ്, നീ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ അനൂപേട്ടനെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഇത് കേൾക്കുന്ന കമല ദേഷ്യത്തോടെ മീരയോട് ചോദിക്കുകയാണ്, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇവള് മനഃപൂർവ്വം അനൂപിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാഞ്ഞതാണെന്നോ? സത്യം അത് തന്നെയല്ലേ എന്ന് മീര ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അച്ചു ആണെന്നും അല്ലാതെ മറ്റാരുമല്ലെന്നും അനൂപ് പറയുന്നു. അനൂപേട്ടൻ ജയിലിൽ കിടക്കാൻ കാരണക്കാരിയും ഈ അർച്ചന തന്നെയാണെന്ന് മീര പറയുമ്പോൾ അതിന് അനൂപല്ലേ ആ പെണ്ണിനെ വണ്ടിയിടിച്ചത്, അല്ലാതെ അച്ചു അല്ലല്ലോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് കമല. മറ്റാരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. എന്താണെങ്കിലും എൻ്റെ കയ്യിൽ നിന്നും സംഭവിച്ച തെറ്റിന് സച്ചി വരെയാ തല്ലുകൊള്ളേണ്ടി വന്നത്. എന്നെയും ധനുഷിനെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സച്ചിയെയും അവർ പിടിച്ച് കെട്ടിയിട്ട് തല്ലി. അത് നിനക്കറിയാമോ? നീ ഇവിടെ നിന്ന് കരഞ്ഞതല്ലേ ഉള്ളൂ, എന്നാലേ അച്ചു എനിക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. തുടർന്ന് കമല പറയുകയാണ്, കൂടെ പിറപ്പിനെ രക്ഷിക്കാനായിട്ട് അച്ചു ഇതെങ്കിലും ചെയ്തു. ഭാര്യയായി നീ എന്നിട്ട് അവന് വേണ്ടി എന്ത് ചെയ്തിരുന്നു? പിന്നെ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എൻ്റെ മക്കളെ അനാവശ്യം പറയാൻ വേണ്ടി നിന്നാലേ നീ എൻ്റെ വായിന്ന് നല്ലത് കേൾക്കുമെന്ന് കമല ദേഷ്യത്തോടെ പറയുന്നു. തുടർന്ന് പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, അവന്തികേട്ടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും മീരേട്ടത്തി ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. എന്താണെങ്കിലും അനൂപേട്ടന് മീരേട്ടത്തിയോട് മാത്രം മറുപടി പറഞ്ഞാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. നെല്ലിശ്ശേരിയിൽ ആരോടൊക്കെ മറുപടി പറയണമെന്ന് അനൂപേട്ടന് അറിയാമോ? എവിടെയാണെങ്കിലും എനിക്ക് ആരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് അർച്ചനയും സച്ചിയും നിന്നും ഇറങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ചോറ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് കമല അടുക്കളയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നെല്ലിശ്ശേരിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ധനുഷിനെ കണ്ടയുടൻ തന്നെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ് സ്നേഹ. തുടർന്ന് ധനുഷും ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സ്നേഹ ധനുഷിനെ തടഞ്ഞു നിർത്തുകയാണ്. അല്ല ധനുഷ്, ഇത്രയും നേരം എവിടെയായിരുന്നു? ഈ പരിക്കുകളൊക്കെ ധനുഷിന് എങ്ങനെ പറ്റിയതാ? ഇതൊക്കെ പറഞ്ഞിട്ട് ധനുഷ് അകത്തേക്ക് പോയാൽ മതി. സ്നേഹെ, നീ എന്നോട് ക്ഷമിക്കണം. അർച്ചനേട്ടത്തിനെയും സച്ചിയുടെയും കൂടെ അനൂപേട്ടനെ രക്ഷിക്കാനാ ഞാൻ പോയത്. ഇത് കേൾക്കുന്ന സ്നേഹ ദേഷ്യത്തോടെ ധനുഷിന്റെ മുഖമടക്കി കൊടുക്കുകയാണ്. അതേസമയം ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സേതുമാധവൻ. എന്നാലോ ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഈ അടിയുണ്ടല്ലോ ധനുഷ് എന്നോട് ചോദിച്ചു വാങ്ങിയതാണ്. മതി സ്നേഹെ, നിർത്തിയേക്ക്, ഇനിയൊന്നും പറയണ്ടെന്ന് സേതു പറയുമ്പോൾ അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ ഗുണ്ടകൾ കയറി വന്ന് നമ്മളെ പെട്രോൾ ഒഴിച്ച് കൊളുത്താൻ നോക്കിയതോ? അതൊന്നും ഒരു പ്രശ്നവുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്ത് എനിക്കും നല്ല ടെൻഷൻ ഉണ്ടെന്നും അതിന്റെ ഷോക്കിൽ നിന്നും ഞാനും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ലെന്നും സേതു പറയുകയാണ്. തുടർന്ന് ധനുഷ് പറയുകയാണ്, നടന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ വീട്ടുകാർക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. സച്ചിയുടെ ബന്ധുക്കള് എൻ്റെയും കൂടി ബന്ധുക്കളാണ്. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, എന്നോടും എൻ്റെ വീട്ടുകാരോടും അല്ലാതെ മറ്റാരോടും നിങ്ങൾക്ക് കടപ്പാട് വേണ്ട. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് നിങ്ങൾ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തു തരണം. തുടർന്ന് ഇനി ഒരിക്കലും സ്നേഹയോട് കള്ളം പറയില്ലെന്ന് സത്യം ചെയ്തു കൊടുക്കുകയാണ് ധനുഷ്. ഇനി എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ, നിങ്ങൾ അകത്തേക്ക് പോകാൻ നോക്കാൻ സേതു പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെയും സച്ചിയേട്ടനെയും അനൂപേട്ടനെയും എല്ലാവരും രക്ഷിച്ചത് അർച്ചനയെടുത്തി ഒരൊറ്റൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനൂപ് മീരയോട് പറയുകയാണ്, മീരെ, നീ അവരോട് പെരുമാറിയ രീതി ഒട്ടും ശരിയായില്ല. നിനക്കറിയാമോ, അവരില്ലായിരുന്നെങ്കിലേ എൻ്റെ ജീവൻ പോലും ഒരുപക്ഷെ തിരികെ കിട്ടില്ലായിരുന്നു. കേൾക്കുന്ന മീര ഒന്നും മിണ്ടാതെ പുച്ഛത്തോടെ അനൂപിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.